പാലക്കാട് CPIM BJP രഹസ്യ ധാരണയെന്ന് KC വേണുഗോപാൽ. വേറെ 1-2 സീറ്റുകളിലും ധാരണയുണ്ടെന്നും KC. 27 സംസ്ഥാനങ്ങളിൽ CPIMുമായി സഹകരിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് നാണമില്ലാത്ത പാർട്ടിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അതേസമയം കോൺഗ്രസ് BJP ആരോപണങ്ങൾ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ തള്ളി. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടായി. ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല 100 സീറ്റിൽ ഓളം വാങ്ങിച്ചിട്ട് UDF ജയിക്കും. ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ഈ തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അല്ല, ഇത്ര കൊല്ലം CPMന്റെ ഒപ്പം 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരു ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിന് ഇരിക്കുന്ന കോൺഗ്രസ് ആണ് ഇത് പറയുന്നത്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ CPM കോൺഗ്രസും ഒരുമിച്ചൊരു പൊളിറ്റിക്കൽ അലയൻസിലാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമ്പോൾ അവരുടെ ശീലം തന്നെ അതാണ്. ഏത് BJP ഇട്ട് ഡീലെടുത്തുക എന്നുള്ള സ്വഭാവവിശേഷമുള്ള നേതാക്കന്മാരാണ്. അവരാരാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് BD സതീശനാണ്, പിന്നെ ഒന്ന് BD സതീശൻ്റെ ഇടത്ത് ഭാഗത്തിരിക്കുന്ന ആളാണ്, പിന്നെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആളാണ്. അങ്ങനെ ഈ കോൺഗ്രസിൽ ഡീല് നടത്താത്ത ഒറ്റ ഒരാൾ ഇന്നത്തെ KPCC നേതൃത്വത്തിൽ തന്നെ ഇല്ല. അതുകൊണ്ട് സ്വന്തം സ്വഭാവ മഹിമ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുക എന്നുള്ളത് ആളുകളുടെ ഒരു സ്വഭാവമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമ അദ്ദേഹം ആത്മാഭിമാനത്തോടുകൂടി ഓർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഡീലിനെ കുറിച്ച് പറയുന്നത്. അത് ഞങ്ങളുടെ മേലിടേണ്ട കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.